ഹലോ ഫ്രണ്ട്സ്, ഈ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് കണ്ടിന്യൂസ് ടൈം സിസ്റ്റത്തിനെ എങ്ങനെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാന്നുള്ളത്. സോ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് LTIC, ലീനിയർ ടൈം ഇൻവേരിയൻറ്റ് കണ്ടിന്യൂസ് സിസ്റ്റം ഫോർ എ ഗിവൺ ഇൻപുട്ട് ഈസ് ഗിവൺ ബൈ. നമ്മളൊരു ഇൻപുട്ട് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? an d⁻n d/dt n of y of t plus an-1 dn-1 by dt n-1 y of t plus etc. up to a1 dy of t plus a0 y of t is equal to bm d⁻m dt dx of t plus bm-1 dm-1 by dt m-1 of x of t plus etc. up to b1 dx of t by dt plus b0 x of t. ഇതൊരു nth ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് നമ്മളവിടെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. സോ നമ്മൾ ഇതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിൽ രണ്ട് ഭാഗങ്ങളുണ്ടാവും. ഒന്ന് സീറോ സ്റ്റേറ്റ് റെസ്പോൺസും ആൻഡ് സെക്കൻഡ് ഒന്ന് സീറോ ഇൻപുട്ട് റെസ്പോൺസും. അപ്പോൾ അവിടെ സീറോ സ്റ്റേറ്റ് റെസ്പോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസ്പോൺസ് ഡ്യൂ ടു ഇൻപുട്ട്. നമ്മളവിടെ ഇൻപുട്ട് കൊടുക്കും, അവിടെ ഇനീഷ്യൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് സീറോ ആയിരിക്കും. ആൻഡ് സീറോ ഇൻപുട്ട് റെസ്പോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻപുട്ട് സീറോ ആയിരിക്കും, അവിടെ റെസ്പോൺസ് എന്ന് പറയുന്നത് ഡ്യൂ ടു ഇനീഷ്യൽ സ്റ്റേറ്റ് ആയിരിക്കും. സോ നമുക്ക് ഫസ്റ്റ് നാച്ചുറൽ റെസ്പോൺസ് നോക്കാം. നാച്ചുറൽ റെസ്പോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇൻപുട്ട് സീറോ ആയിരിക്കും. അപ്പോൾ അവിടെ അതിൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? d⁻n by dt y of t plus an-1 d⁻n-1 by dt n-1 y of t plus etc. plus a1 d by dt of y of t plus a0 is equal to 0. നമ്മൾ ഹോമോജീനിയസ് സൊല്യൂഷൻ ആണ് അവിടെ കണ്ടുപിടിക്കേണ്ടത്. സോ സൊല്യൂഷൻ ഈസ് ഓഫ് ദ ഫോം. നമുക്ക് ഇതേപോലെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ജനറൽ സൊല്യൂഷൻ എങ്ങനെയാണ് എഴുതുക? yh of t, അതായത് ഹോമോജീനിയസ് സൊല്യൂഷൻ is equal to c(e⁻λt) എന്നാണ് നമ്മളവിടെ കൊടുക്കുക. സോ നമ്മളവിടെ ഡെറിവേറ്റീവ്, ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ എന്ത് വരും? നമുക്ക് e⁻λtയുടെ ഡെറിവേറ്റീവ് e⁻λt ഇൻറ്റു ലാംഡ വരും അല്ലേ? ഇവിടെ വരുമ്പോൾ c ലാംഡ e⁻λt പ്ലസ് സെക്കൻഡ് ഡെറിവേറ്റീവ് വരുമ്പോൾ ഇവിടെ ലാംഡ സ്ക്വയർ ആവും. അപ്പോൾ c ലാംഡ സ്ക്വയർ e⁻λt പ്ലസ് എക്സിട്ര നമ്മളവിടെ d⁻n yh of t by dt എന്ന് പറയുന്നത് എന്ത് വരും? നമ്മളിവിടെ c ലാംഡ n e⁻λt നമുക്കവിടെ വരും. ഇനി നമുക്ക് ഈ ടേംസ് ഒക്കെ നമ്മളവിടെ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. അപ്പോൾ അവിടെ എന്ത് വരും? c ലാംഡ n e⁻λt പ്ലസ് an-1 c ലാംഡ n-1 e⁻λt പ്ലസ് എക്സിട്ര പ്ലസ് a1 c ലാംഡ e⁻λt പ്ലസ് a0 c e⁻λt. അപ്പോൾ ഇതിൽ ഈ ഒരു ഇക്വേഷനിൽ c e⁻λt കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് നമ്മളവിടെ പുറത്തേക്ക് എടുത്തു. അപ്പോൾ നമുക്ക് എന്ത് വരും? c e⁻λt ഇൻറ്റു ലാംഡ n പ്ലസ് an-1 ലാംഡ n-1 പ്ലസ് an-2 ലാംഡ n-2 പ്ലസ് എക്സിട്ര പ്ലസ് ലാംഡ e⁻λt പ്ലസ് a0 0. അപ്പോൾ ഈ ഒരു ടേം ഉണ്ടല്ലോ ലാംഡ തൊട്ടുള്ള, അത് നമുക്ക് എന്ത് പറയാം? ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ നമുക്കവിടെ പറയാം. അപ്പോൾ അത് നമ്മൾ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതൊരു പോളിനോമിയൽ ഇക്വേഷൻ ആണ്. അപ്പോൾ അതിന് നമുക്ക് ഇങ്ങനെ എഴുതാം: ലാംഡ -λ1 ഇൻറ്റു ലാംഡ -λ2 എക്സിട്ര ടു ലാംഡ -λn. നമ്മൾ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യാണ്. അപ്പോൾ അത് 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ റൂട്ട്സ് കിട്ടും. അതായത് ലാംഡ1 ലാംഡ2 എക്സിട്ര ടു ലാംഡ എന്ന് പറയുന്നതാണ് ഇവിടെ റൂട്ട്സ് നമുക്കിവിടെ കിട്ടുന്നത്. നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ റൂട്ട്സ് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ നോക്കി. നമുക്ക് ആ റൂട്ട്സ് കിട്ടിയത് നമുക്ക് 3 ഫോംസിൽ ആവാം. അതിൽ ഫസ്റ്റ് വൺ ഡിസ്റ്റിങ്ക്ട് റൂട്ട്. ഡിസ്റ്റിങ്ക്ട് റൂട്ട് എന്ന് പറയുമ്പോൾ ലാംഡ1 ലാംഡ2 എക്സിട്ര ടു ലാംഡ n ആർ ദ റൂട്ട്സ്. നമ്മൾ ഇതൊക്കെയാണ് റൂട്ട്സ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അവിടെ ഹോമോജീനിയസ് സൊല്യൂഷൻ നമ്മൾ എഴുതാം. ജനറൽ ഇക്വേഷൻ yh of t is equal to c1 e⁻λ1t, അതായത് ഈ ലാംഡ1 ലാംഡ2 ഉണ്ട്, അത് e⁻ന്റെ ഒപ്പം പവറായിട്ട് നമ്മളിവിടെ എഴുതും. അവിടെ c2 e⁻λ2t പ്ലസ് എക്സിട്ര പ്ലസ് cn e⁻λnt, അതായത് ലാസ്റ്റ് റൂട്ട് ലാംഡ n ആണെങ്കിൽ അവിടെ cn e⁻λnt ആയിരിക്കും നമുക്കവിടെ വരാം. ഇനി സപ്പോസ് റിപ്പീറ്റഡ് റൂട്ട് വന്നു കഴിഞ്ഞാൽ, അതായത് ഏതെങ്കിലും ഒരു വാല്യൂ നമുക്ക് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തിട്ടാണ് വരുന്നത് വിചാരിക്കുക, ലാംഡയുടെ വാല്യൂ. സോ ഇഫ് ലാംഡ1 ഈസ് റിപ്പീറ്റഡ് m ടൈംസ്, അവിടെ yh of t എന്ന് പറയുന്നത് c1 പ്ലസ് c2t പ്ലസ് c3t സ്ക്വയർ പ്ലസ് എക്സിട്ര ടു ലാസ്റ്റ് ടൈം എന്തായിരിക്കും വരിക? അതായത് m ടൈംസ് ആണ് ലാംഡ1 റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ലാസ്റ്റ് cf t⁻m-1 e⁻λ1t. ഇങ്ങനെയാണ് നമ്മളവിടെ ആ റിപ്പീറ്റഡ് റൂട്ടിന് എഴുതുക. ആൻഡ് ബാക്കിയുള്ള റൂട്ടുകളെല്ലാം എന്ത് പറയാം, നമുക്ക് റിപ്പീറ്റ് ചെയ്ത് വരുന്നതല്ല. അതായത് ടോട്ടൽ എത്ര റൂട്ട് ഉണ്ട്? nth ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ അവിടെ ക്യാപിറ്റൽ n റൂട്ട്സ് ഉണ്ട്. അപ്പോൾ ബാക്കി ഈ m റൂട്ടിന് ശേഷം വരുന്നതായിരിക്കും അവിടെ cm+1 e⁻λm+1t പ്ലസ് cm+2 e⁻λm+2t
എക്സെട്ര സി എൻ ഇ റേസ് ടു ലാംഡ എൻ ടി. അപ്പോൾ ഇത്രയും റൂട്ടുകളാണ് എന്താ നോൺ റിപ്പീറ്റിംഗ് ആയിട്ട് വരുന്ന റൂട്ട്സ് എന്ന് പറയുന്നത്. ഇനി തേർഡ് കേസ് കോംപ്ലക്സ് റൂട്ട് ആണെങ്കിൽ അവിടെ ലാംഡ ഇസ് ഈക്വൽ ടു എ പ്ലസ് ഓർ മൈനസ് ജെ ബി ആണ് നമുക്ക് കിട്ടിയ സൊല്യൂഷൻ എന്ന് വിചാരിക്കുക, അതായത് റൂട്ട്സ് എന്ന് വിചാരിക്കുക. അവിടെ റിയൽ പാർട്ട് എയും ഇമാജിനറി പാർട്ട് ബിയും ആണ് വരുന്നത്. ആൻഡ് നമുക്ക് ഇത് വരുന്നത് കോംപ്ലക്സ് കോഞ്ചുഗേറ്റിലാണ് വരുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്കവിടെ ലാംഡ 1 എന്ന് പറയുന്നത് എ പ്ലസ് ജെ ബി, അതുപോലെ ലാംഡ 2 എന്ന് പറയുന്നത് എ മൈനസ് ജെ ബി നമുക്ക് അവിടെ എഴുതാം. സോ അവിടെ ഹോമോജിനസ് സൊല്യൂഷൻ എങ്ങനെയായിരിക്കും വരിക? വൈ എച്ച് ഓഫ് എൻ ഇസ് ഈക്വൽ ടു സി ഇ റേസ് ടു എ ടി കോസ് ബി ടി പ്ലസ് തീറ്റ. ഇതായിരിക്കും അവിടെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഫോഴ്സ്ഡ് റെസ്പോൺസ്. ഫോഴ്സ്ഡ് റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ ഒരു ഇൻപുട്ട് ഉണ്ടായിരിക്കും. അവിടെ എന്തായിരിക്കും സീറോ ആവുക? ഇനീഷ്യൽ കണ്ടീഷൻസ് എന്ന് പറയുന്നത് സീറോ ആയിരിക്കും. സോ അവിടെ ഫോഴ്സ്ഡ് റെസ്പോൺസ് നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ അവിടെ ഹോമോജിനസ് സൊല്യൂഷനും അതുപോലെ പർട്ടിക്കുലർ സൊല്യൂഷനും നമ്മൾ കണ്ടുപിടിക്കണം. അത് വൈ എച്ച് ഓഫ് ടി പ്ലസ് വൈ പി ഓഫ് ടി ആണ് നമുക്ക് അവിടെ വരുന്നത്. സോ നമുക്ക് പർട്ടിക്കുലർ സൊല്യൂഷൻ നമുക്ക് ഡിഫറെൻറ്റ് ഫോംസ് അനുസരിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് വരുന്നത് നോക്കാം. അത് ജനറൽ സൊല്യൂഷനാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഫോർ ഡിഫറെൻറ്റ് ഇൻപുട്ട്, ഫസ്റ്റ് വൺ സപ്പോസ് ഇൻപുട്ട് ഒരു സ്റ്റെപ്പ് ഇൻപുട്ട് ആയിരിക്കുക, അത് കോൺസ്റ്റൻറ്റ് എ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളവിടെ ജനറൽ ഇക്വേഷനായിട്ട് പർട്ടിക്കുലർ സൊല്യൂഷന് കൊടുക്കുന്നത് എന്തായിരുന്നു? കെ ആണ് നമ്മളവിടെ കൊടുക്കേണ്ടത്. സെക്കൻഡ് വൺ ഇ റേസ് ടു എ ടി where a not equal to lambda i, where i is equal to 1 2 etc up to n. മീൻസ് അവിടെ റിപ്പീറ്റഡ് റൂട്ട് അല്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഡിസ്റ്റിങ്ക്റ്റ് റൂട്ട് ആണെങ്കിൽ അതാണ് ഇ റേസ് ടു എ ടി എ നോട്ട് ഈക്വൽ ടു ലാംഡ ഐ എന്ന് പറയുന്നത്. അതായത് ലാംഡയുടെ വാല്യൂ എല്ലാം ഡിഫറെൻ്റ് ആണ്. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത് എ ഇ റേസ് ടു എ ടി ആണ് നമുക്ക് അവിടെ വരുന്നത്. ഇനി അത് തന്നെ ഇ റേസ് ടു എ ടി എ ഇസ് ഈക്വൽ ടു ലാംഡ ഐ എന്ന് പറയുമ്പോൾ സെയിം റൂട്ടാണ്, അതായത് റിപ്പീറ്റഡ് റൂട്ട് നമ്മൾ പറഞ്ഞില്ലേ, അതാണെങ്കിൽ അവിടെ നമ്മൾ എഴുതുന്ന ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത് എ ടി ഇ റേസ് ടു എ ടി എന്നാണ് നമ്മളവിടെ കൊടുക്കുന്നത്. ഇനി ഫോർത്ത് വണ്ണ് കോസ് ഒമേഗ ടി പ്ലസ് തീറ്റ. അങ്ങനെ ഒരു സിഗ്നൽ ആണെങ്കിൽ അവിടെ ഇൻപുട്ട് ആണെങ്കിൽ അവിടെ എന്തായിരിക്കും വരിക? എ കോസ് ഒമേഗ ടി പ്ലസ് 5 ഇങ്ങനെയാണ് നമ്മളവിടെ കൊടുക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ജനറൽ ഇക്വേഷൻ ഫോർ ഡിഫറെൻറ്റ് ഇൻപുട്ട് നമ്മൾ പർട്ടിക്കുലർ സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ടുള്ളത്. സോ നമുക്കിവിടെ ടോട്ടൽ റെസ്പോൺസ് എന്ന് പറയുന്നത് നാച്ചുറൽ റെസ്പോൺസ് പ്ലസ് ഫോഴ്സ് റെസ്പോൺസ് ആയിരിക്കും അവിടെ വരുന്നത്. അതായത് വൈ ഓഫ് ടി ഇസ് ഈക്വൽ ടു വൈ എൻ ഓഫ് ടി പ്ലസ് വൈ എഫ് ഓഫ് ടി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ റെപ്രസെൻറ്റേഷൻ ഓഫ് കണ്ടിന്യൂസ് ടൈം സിഗ്നൽ.